ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെന്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഒരു വീട്ടമ്മ വിളിച്ച് ചോദിക്കുകയുണ്ടായി. അവർക്ക് ലോട്ടറി വിൽക്കുന്ന ഒരു ജോലിയാണ്. ഒരു 6 മാസം 7 മാസം മുൻപ് എന്നെ വിളിച്ച് ഞാൻ 1-2 മന്ത്രങ്ങളൊക്കെ, ഒരു നിത്യകർമ്മമൊക്കെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതിനുശേഷം അവർക്ക് വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്ന് പറയാൻ സന്തോഷം. ലോട്ടറിയൊക്കെ ഇപ്പോൾ വേഗം വിറ്റ് പോകുന്നുണ്ട് എന്നൊക്കെ പറയുകയുണ്ടായി. സന്തോഷം. അവർ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ്. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്നല്ല, ശിവഭഗവാനെ, സാക്ഷാൽ കൈലാസനാഥനായിരിക്കുന്ന പരമേശ്വരനെ നിത്യം 5:30 എഴുന്നേറ്റ് വീടൊക്കെ അടിച്ചു വാരി തുടച്ച് ഭഗവാനെ വിളക്കൊക്കെ വച്ച് നാമം ചൊല്ലുന്ന ഒരാളാണ് ഞാനെന്ന് പറയേണ്ടത്. അപ്പം അവരോട് ഞാൻ ചോദിച്ച കാര്യമാണ്, പിന്നെന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ, ഒരു ഉയർച്ച, സാമ്പത്തിക ഉയർച്ച ഞങ്ങൾക്കുണ്ടാവുന്നില്ല. എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്, വേറെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ ദുരിതങ്ങൾ വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടിയാണ് ഇന്നത്തെ എപ്പിസോഡ്. അവർ പറഞ്ഞ ഒരു കാര്യം, ശിവനോ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ രക്ഷിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളും ഈ സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറില്ല. ഭഗവാൻ എന്ന് പറയുന്ന പരമേശ്വരൻ ക്ഷിപ്രപ്രസാദിയാണ്. നമ്മളുടെ പറയുന്ന ഓരോ വാക്കിനും അദ്ദേഹം വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. വേറെ ഒന്നും നോക്കില്ല, അങ്ങോട്ട് ആ പ്രാർത്ഥന അങ്ങോട്ട് കേൾക്കുക, അതാണ്. അല്ലെങ്കിൽ ഒരു വരം ചോദിച്ചാൽ ആ വരം അങ്ങോട്ട് കൊടുക്കുക, ഇതാണ് ഭഗവാന്റെ ഒരു സിസ്റ്റം. ഒരിക്കലും ഭഗവാനോട് രക്ഷിക്കണേ എന്ന് പറയരുത്. കാരണം ഭഗവാനെ സംബന്ധിച്ച് രക്ഷിക്കുക എന്നത് ഈ ഭൂമിയിലെ സംസാര ദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്യലാണ്, മോക്ഷമാണ് ഭഗവാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മോക്ഷത്തിലേക്കുള്ള വഴി തുറക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് നമ്മൾ അനുഭവിച്ചു തീരേണ്ട ദുഃഖങ്ങൾ അടിക്കടി തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തുണ്ടാവും എന്നുണ്ടെങ്കിൽ നമുക്ക് ദുരിതങ്ങൾ വരും. അപ്പോൾ പ്രാർത്ഥന ചെയ്തിട്ട് ഫലമില്ലല്ലോ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. ലൗകിക സുഖങ്ങളാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭഗവാനോട് ഒരിക്കലും രക്ഷിക്കണേ എന്ന് പറയരുത്. ഭഗവാനെ പ്രസീത. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഭഗവാനെ സ്വസ്ഥത സമാധാനമായി ജീവിക്കാൻ എന്നെയും ഞങ്ങളെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തോടുകൂടി മോക്ഷം ഭഗവാൻ സത്യത്തിൽ രക്ഷിക്കുക തന്നെയാണ്. പക്ഷെ ലൗകിക സുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് ദുരിതമായി മാറും. അങ്ങനെ പല ആൾക്കാരും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലം കിട്ടിയിട്ടില്ല. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും പോയിട്ടും ഫലം കിട്ടിയിട്ടില്ല. ഇന്ന് അവർ ബൈബിള് വായിച്ച് നടക്കുകയാണ്. 1-2 പേര് വഴിയിൽ വെച്ച് കാണേണ്ടതുണ്ടായി.
അത് എന്താണ് ഭഗവാന്റെ ലീലകൾ, എന്താണ് ഭക്തി എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ. നമ്മളുടെ മുൻജന്മ ദുരിതങ്ങൾ കളഞ്ഞ് നമ്മളെ പ്യൂരിഫൈ ചെയ്യലാണ് ഓരോ ഭഗവാനും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹിന്ദുവിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ്. ആ മോക്ഷത്തിലേക്ക് നമ്മൾ മുൻജന്മത്തിലോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള ദുരിതങ്ങളൊക്കെ അത് ന്യൂട്രലൈസ് ചെയ്ത് ഭഗവാന് തുല്യനാക്കലാണ് നമ്മുടെ ഓരോ ഹിന്ദുധർമ്മ ദൈവങ്ങളുടെയും രീതി. എന്തായാലും നമുക്ക് മോക്ഷമുണ്ട്, അത് തീർച്ചയാണ്. എത്രയും പെട്ടെന്ന് മോക്ഷം വരണേ എന്ന് നമ്മൾ അപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം നമ്മൾ അനുഭവിക്കുക. നമ്മൾ അല്ലാതെ ഇനിയൊരു ജീവിതം തരുമോ, അല്ലെങ്കിൽ അംബാനിയുടെ മകനായിട്ട് ജനിക്കുകയോ മകളായിട്ട് ജനിച്ചാൽ മാത്രം സുഖം, അത് നമ്മൾക്കത് അറിയാത്തത് കൊണ്ടാണ്. ഈശ്വരൻ്റെ വലയത്തിൽ പെടുമ്പോൾ അനുഭവിക്കുന്ന സുഖങ്ങളെ അത് നമ്മൾക്ക് അറിയാത്തത് കൊണ്ടാണ് ആ സുഖത്തിന് നമ്മൾ ആഗ്രഹിക്കാത്തത്. ആ പരമാനന്ദമായ ആ ആനന്ദം നമ്മൾ അനുഭവിക്കും, അപ്പോൾ മാത്രമേ ആ സുഖം മനസ്സിലാവുള്ളൂ. അല്ലാതെ വേറൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ശിവക്ഷേത്രത്തിൽ രക്ഷിക്കണേ എന്ന് പറയരുത്. സ്വസ്ഥതാ സമാധാനമായി ജീവിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണേ. ആ ഒരൊറ്റ വാക്കിൽ എല്ലാമായി. സ്വസ്ഥതാ സമാധാനത്തിൽ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ രോഗങ്ങളുണ്ടാവില്ല, ധനം വന്നു ചേരും, ഐശ്വര്യപൂർത്തിക്ക് വന്നു ചേരും. സ്വസ്ഥതയ്ക്ക് പ്രധാനം ഇതെല്ലാം. അപ്പോൾ ആ ഒരു വാക്ക് പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നിത്യം ഹാലാസ്യ മഹാത്മ്യം, ഭഗവാൻ ശങ്കരൻ്റെ 64 ലീലകളാടുന്ന ഹാലാസ്യ മഹാത്മ്യം നിത്യം ജപിക്കാം. കൃഷ്ണൻ്റെ, അതായത് മഹാവിഷ്ണുവിൻ്റെ ലീലകളൊക്കെ ഭാഗവതത്തിൽ പറയേണ്ടായി. പക്ഷെ ശങ്കരനും അതുപോലെ ലീലകളുണ്ട്, അത് അധികം ആർക്കും അറിയില്ല. അത് ഹാലാസ്യ മഹാത്മ്യം എന്ന് പറയുന്ന പുസ്തകം വാങ്ങിക്കുക. അതിലെ ഓരോ അധ്യായം ഓരോ ആവശ്യം പറഞ്ഞു ചൊല്ലുക. ഒറ്റൊരാവശ്യം പറഞ്ഞുകൊണ്ട് എൻ്റെ ധനപരമായ ബന്ധനം തീരണം, അതാണ് നിങ്ങൾ തീരുന്നെങ്കിൽ ആ ഒരൊറ്റ ആവശ്യം പറഞ്ഞുകൊണ്ട് 64 ദിവസം ആ ഓരോ അധ്യായങ്ങളും വായിക്കുക. തീർച്ചയായും നിങ്ങളുടെ ആ കാര്യങ്ങൾ സാധിക്കും. അത് കഴിഞ്ഞ് രണ്ടാമതൊരാവശ്യം, 64 അധ്യായം കഴിഞ്ഞാൽ രണ്ടാമതൊരാവശ്യം പറഞ്ഞ് ഇതുപോലെ വായിക്കും. ആ ഒരു ചൈതന്യം നമ്മുടെ വീട്ടിൽ നിറയും. ആ പുസ്തകം നിലത്ത് വയ്ക്കരുത്, മടിയിൽ വയ്ക്കാം. അത്രയും ഭഗവാൻ തന്നെയാണെന്ന സങ്കല്പത്തിൽ പൂജിക്കുക. പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് വെച്ച് പൂജിക്കുക. ദിവസം ഓരോ പുഷ്പമൊക്കെ ആ പട്ടിന് മീതേക്ക് വെച്ചാൽ വളരെ വിശേഷമായി. അല്ലെങ്കിൽ നെയ്വിളക്ക് കൊളുത്താം. നെയ്വിളക്ക് കൊളുത്താൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അത് ചെയ്യണമെന്നില്ല. ഒന്നും കൂടി നല്ല രീതിയിൽ ആരാധിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ ശിവഭഗവാന്റെ ഫോട്ടോ നമ്മളുടെ വീട്ടിൽ പരമാവധി ശിവകുടുംബം എന്ന സങ്കല്പം വെക്കണം. ശിവനും പാർവതിയും മുരുകനും ഗണപതിയൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ടോ, ഭഗവാൻ സർവാഭരണഭൂഷിതനായിരിക്കുന്ന ആ ഫോട്ടോമാണ് ലൗകിക സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ വെച്ച് ആരാധിക്കാവൂ. ഭഗവാൻ ജപത്തിലിരിക്കുന്നതൊന്നും ആരാധിക്കാതിരിക്കുക. വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് കളയണ്ട. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ വെച്ച് ആരാധിക്കുക. ആ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുകളിൽ വേറൊരു ഫോട്ടോ ഒന്നും വരാൻ പാടില്ല. ശിവൻ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുകളിൽ മറ്റൊരു ഫോട്ടോ വരാൻ പാടില്ല. അത്രയും വിശേഷമാണ് ഭഗവാൻ. ഭഗവാനോട് കേണപേക്ഷിച്ചാൽ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും മാറും. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. തീർച്ചയായും നല്ല വഴി നമ്മൾക്ക് വന്നു ചേരും.
അതുപോലെ തന്നെ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശിവക്ഷേത്രത്തിലാണെങ്കിൽ തെക്ക് വശത്താണെങ്കിൽ ദക്ഷിണാമൂർത്തിയായി സങ്കല്പിച്ച് താഴികപ്പുടം നോക്കി പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്താണെങ്കിൽ പാർവതി മാതാവിനെ ചൊല്ലി പ്രാർത്ഥിക്കുക. സർവമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന മന്ത്രം ചൊല്ലി പിൻഭാഗത്തും പ്രാർത്ഥിക്കുക. വടക്ക് വശത്തെത്തുമ്പോൾ 3 കൈ കൊട്ടി ശബ്ദമുണ്ടാക്കി പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ പടി കടക്കുമ്പോൾ, ക്ഷേത്രത്തിൻ്റെ പടി തിരിച്ചു കടക്കുമ്പോൾ കാല് രണ്ടും കൊട്ടി പുറത്ത് കിടക്കുക. ഒരു കാലുകൊണ്ട് മറ്റേ കാലിൽ കൊട്ടി ആ കാലിലെ മണ്ണും പോലും അവിടെ സമർപ്പിച്ചുകൊണ്ട് പുറത്ത് കിടക്കുക. ഇങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഐശ്വര്യവൃദ്ധി ഉണ്ടാവും. ഈ കൊച്ചറിവ് നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടിയനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരെയും എൻ്റെ കുടുംബ പരദേവതയായിരിക്കുന്ന മഹാഭദ്രകാളിയമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവൃദ്ധിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം നമഃ ശിവായ.